കായലുകളും തെങ്ങിൻതോട്ടങ്ങളും ചുറ്റിപ്പറ്റിയ ആ നാട്ടിൽ രാത്രി ഉറങ്ങുമ്പോൾ വാതിലുകൾ ഭയത്തോടെ അടയ്ക്കുമായിരുന്നു. കാരണം കാണാൻ കഴിയാത്ത ഒരു കള്ളന്റെ കഥ അവിടത്തെ കാറ്റുപോലും പറയുമായിരുന്നു. ഒരു രാത്രി ഒരു സമ്പന്നന്റെ വീട്ടിൽ എണ്ണവിളക്കിൻ വെളിച്ചത്തിൽ സ്വർണം നിശ്ശബ്ദമായി കിടന്നു. വാതിൽ ശക്തമായി പൂട്ടിയിരുന്നു. കാവൽക്കാർ ജാഗ്രതയായി നിന്നിരുന്നു. ആരും ഒന്നും സംശയിച്ചില്ല. എന്നാൽ ആ രാത്രിയിൽ ആരും കാണാത്ത ഒരാൾ നിശ്ശബ്ദമായി അവിടെ എത്തിയിരുന്നു. ആരും അറിഞ്ഞില്ല. പുലരുമ്പോൾ അവിടെ ഒന്നും ശേഷിച്ചിരുന്നില്ല. സ്വർണം മാത്രം അല്ല, സമാധാനവും മറഞ്ഞിരുന്നു. ആർക്കും എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലായില്ല. ഭയം വീട്ടിനകത്ത് പടർന്നു. വാർത്ത ഗ്രാമത്തിലേക്ക് ഒഴുകി. വീടുകളിൽ നിന്നും വീടുകളിലേക്ക് ചർച്ച പടർന്നു. എല്ലാവരും തടിച്ചുകൂടി. എല്ലാവരും ഒറ്റ പേരാണ് ഉച്ചരിച്ചത്: കൊച്ചുണ്ണി. കൊച്ചുണ്ണി. ആ സമയം തറവാടിന്റെ തൂണിൽ ഒരു പ്രത്യേക അടയാളം കാണുകയുണ്ടായി. അതെ, ഞാൻ, കൊച്ചുണ്ണി തന്നെ. പക്ഷേ അതേസമയം ഗ്രാമത്തിന്റെ അറ്റത്തൊരു കുടിലിൽ ഒരു ചെറിയ പൊതി കാത്തിരുന്നു. വൃദ്ധയായ ആ വീട്ടമ്മ ആ പൊതി തുറന്നു നോക്കിയപ്പോൾ മുഖത്തു നിറഞ്ഞത് ഭയം ആയിരുന്നില്ല, ദീർഘനിശ്വാസത്തോടെയുള്ള ആശ്വാസം മാത്രം. അവളുടെ കണ്ണുകളിൽ തീ തെളിഞ്ഞു. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി: സമ്പന്നരുടെ കള്ളൻ, പാവങ്ങളുടെ രക്ഷകൻ. അവൻ കള്ളൻ കായംകുളം കൊച്ചുണ്ണ. കഥയായി മാറിയ മനുഷ്യ കേൻ